അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്സ്. നമ്മളിന്ന് മേപ്പാടി പോകണം. മേപ്പാടി എൻ്റെ മൊബൈൽ എടുക്കണം, ഇറച്ചി മേടിക്കണം. ഇത് വൈകുന്നേരം നീക്കുന്നുണ്ട്, വാവോ എന്തോ ആണെന്ന് തോന്നുന്നു. നീക്കി വെക്കുന്നുണ്ട്, എന്താ ഇറച്ചിക്കറി ഒക്കെ ആയിട്ട് നമുക്ക് ടൗണിൽ പോവാം. ഇറച്ചി മേടിച്ചിട്ടുണ്ട് ടൗണിൽ നിന്ന് നടന്ന് താഴ്ച പോയിട്ട് ഒരു മീനെ മേടിക്കണം. മറ്റേ വെള്ളത്തിലിടാൻ മീനെ മേടിച്ചിട്ട് വെള്ളത്തിലിടാൻ മീനെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ ചെയ്യുമ്പോൾ തണുപ്പറിയും. ആഫ്രിക്ക മുഴുവൻ വെച്ചിട്ട് കുറച്ച് നേരം ഇതിൽ മുക്കി വെക്കാം. രണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒരേ ലെവലായിട്ട് നമുക്ക് അതിൽ അപ്പഴേ ഡ്രസ്സൊക്കെ മൂടി തന്നെ. പിന്നെ ഷർട്ട് എങ്ങനെയാണെന്ന് വെച്ചോ, ഈ ഭാഗത്ത് പിടിച്ചാൽ ഇനി കുറച്ച് വലിയ സ്ഥലം കിട്ടിയപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. മീനെ കൊണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി. മീന് നല്ല അടിപൊളി വലിയ സ്ഥലം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി എന്തെങ്കിലും തീറ്റോട്ട് അതിനെ വളർത്താൻ പോവാണ്. നിങ്ങൾ ഓരോ അപ്ഡേറ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളി. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണില്ല, അതാണ് മോശമായി പോയത്. നമ്മളിപ്പോൾ മഴയാണ്, പിന്നെ പുറത്തിറങ്ങാൻ വെച്ചാൽ അല്ലെങ്കിൽ മഴയിൽ നമ്മൾ എങ്ങോട്ടേലും ഇറങ്ങാൻ പോയാൽ ഉറപ്പായിട്ടും എങ്ങോട്ടേലും ഇറങ്ങാൻ പോയത് നമ്മൾ നേരെ പുറപ്പിനുള്ള ഇറങ്ങി എണിക്കാം. എന്നിട്ട് വൈകുന്നേരം എണീക്കാം. വൈകുന്നേരം ഫുഡ് കഴിക്കാനല്ല, വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് എന്തോ ഒരു ഇതുണ്ട്. വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും എണീക്കും. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഇന്ന് വാങ്ങാൻ കൊണ്ടുകൂടെ നീക്കിയിട്ടുണ്ട് കാർണവർക്ക്. ആ കാല് വേണ്ട, ആ പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ കാല് നിൽക്കാന്നായി. മസാല കുറച്ച് കൂടി കൊണ്ട് കഴിച്ചു. അയ്യോ, അടുത്ത് അടുത്തേതാ പേരോ? എടുക്ക്. ആ വൈക്കെല്ലാം ഞാൻ ചെയ്യാൻ പോയി, പക്ഷേ വീട്ടില്ല. ഉപ്പേരി ഉപ്പേരി കറി എനിക്ക് എനിക്കറിയില്ല കുഴിക്കാൻ. അമ്മ കറി വയ്ക്കാം, ഞാൻ കറി വയ്ക്കാം. എന്തായാലും എനിക്ക് ഞാൻ ഉണ്ണിയെ വിളിച്ചിട്ടുണ്ട് ഉണ്ടോ. ഉണ്ണിയെ നിൻ്റെ അവിടെ എന്താ അറിയും? കുറേ ഉറക്കം പറയാം. ഇറച്ചി
ഗെയിം കളിക്കണം തിരക്കും. മൊബൈൽ കിട്ടിയപ്പോൾ മൊബൈൽ അഡിക്റ്റാണ്. മൊബൈൽ അടിച്ച് കോളെന്ന് വിളിച്ച് കോൾ എടുക്കുക അങ്ങനത്തെ ഒരു സാധനം അയക്കണത്. തൊണ്ടോ ഇതാണ് ഉണ്ണി എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടറിയാം. അവനെ ചോറായിക്കാണ് വിശക്കണ്. ഇപ്പൊ സമയത്തായി 7:30 വിശക്കണ്. രാവിലെ എന്തോ തിന്നെന്താ അറിയില്ല, നേരെ പോയിക്കണേ ടൗണിക്ക്. രാവിലെ എണീറ്റ് പല്ലേച്ചോന്ന് അറിയില്ല, മോൻ കഴിക്കണം. അവർ മുണ്ട് പല്ലേച്ചിന് ചോറ് ദോശ 2-3 ദോശ വെച്ചിട്ട് വേഗം വിട്ടതാ. ഇപ്പോൾ വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങി വെച്ചാൽ അവിടെ നീക്കി വെച്ച് ഇറച്ചിക്കറിയൊക്കെ അല്ല. പിന്നെ വിശക്കാതെ ഇറച്ചി മീനൊന്ന് മടുത്ത് സാമ്പാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അടിപൊളി. സാമ്പാറും പിന്നെ ഗ്രീൻ പീസ് കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ പീസിൻ്റെ കറി ഒക്കെ ഉണ്ടാക്കാൻ അടിപൊളിയായിരുന്നു. ഇറച്ചി മീൻ തിന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇറച്ചി മീനെ തിന്ന് മടുത്ത്. ഇവരെന്ത് എപ്പോഴും ഇറച്ചി മീനെ മേടിക്കുന്നു. ഗ്രീൻ പീസോ കടലയോ അങ്ങനെ വേറെ എന്തൊക്കെ ഉണ്ടല്ലേ കറിക്ക്. ഇറച്ചി മീൻ തിന്ന് മടുത്ത്. പക്ഷേ ചോറ് അയച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ചോറ് അയച്ചിട്ട് വരാം. മഴ കുറവില്ല. സമയം 10 മണി. ഇനി ഗെയിം കളിച്ചിട്ടുണ്ട്, മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട്. നെറ്റില്ലാത്തത് കൊണ്ട് പാട്ട് കേൾക്കുന്നുണ്ട്. ഇനി സൗണ്ട് കൂട്ടിച്ചോ. അയ്യോ പക്ഷേ മഴക്കാലം എപ്പോഴും കഴിയാറില്ല. കഴിയാൻ മതിയായിരുന്നു. ഒന്നാമത് പേടി മുറ്റത്ത് തോടാണ്, അതൊന്നാമത്തെ കാര്യം. പക്ഷേ കണ്ടോ വീടിന് ഇവിടുന്ന് വെള്ളമൊക്കെ വിറ്റിട്ടുണ്ട്, അത് വേറെ രണ്ടാമത്തെ കാര്യം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങളെ ഈ ഇറക്കത്ത് കുറേ ആൾക്കാർ ഒന്ന് ബൈക്കലിൽ വീണ് ഇറങ്ങി പോയപ്പോൾ വീണിട്ട് കയ്യൊക്കെ കുടിക്കും. അമ്മയൊക്കെ അമ്മ ഇന്ന് വീട് എന്നിട്ട് കയ്യൊക്കെ എന്തൊക്കെയോ അയക്കണം. ഞാൻ വീട്ടിൽ വരായിട്ടും എന്നിട്ട് വീയൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, ബാക്കി നാളെ. അയ്യോ.